വീടിന്റെ പിന്നാമ്പുറത്ത് വിശാലമായൊരു തൊഴുത്ത്. അവിടെ ധാരാളം പശുക്കൾ. എല്ലാം നല്ല വൃത്തിയായി കുളിച്ച് ആരോഗ്യത്തോടെ അഴകോടെ നിൽക്കുന്നു. ദിവസേന ലിറ്റർ കണക്കിന് പാൽ, നല്ല വരുമാനം. നമ്മൾ വളരെ ഇഷ്ടത്തോടെ വളർത്തുന്ന വളർത്തുമൃഗങ്ങൾ നമുക്ക് തരുന്ന സാമ്പത്തിക ലാഭവും സന്തോഷവും വ്യത്യസ്തമാണ്. ഇത് കാണുക. ഇതൊരു രാജകീയ മുദ്ര തന്നെയാണ്. കുറെ പക്ഷിമൃഗാദികൾ സ്വന്തം വീട്ടുമുറ്റത്തും തൊടിയിലും ഇരകൊത്തിയും കുറുകിയും നടക്കുക. അവരുടെ കുസൃതികൾ കണ്ടും അന്നം കൊടുത്തും കൂടെ കൂടുക. വിശാലമായ തൊടിയിൽ അവ പാറിക്കളിച്ച് നടക്കുന്നത് കാണാൻ നല്ല ചന്തമാണ്. പണ്ടൊക്കെ ഉദ്യാനങ്ങളിൽ തോഴിമാരും തോഴന്മാരും പരിപാലിച്ചിരുന്ന വളർത്തുമൃഗങ്ങളെയും പക്ഷികളെയും റാണിമാരും പ്രഭുക്കളും താലോലിച്ചിരുന്ന കഥകളും ചിത്രങ്ങളും നമ്മൾ കാണുകയും അറിയുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് ആ രാജകീയ മുദ്ര വീട്ടമ്മമാർ തിരിച്ചെടുക്കുകയാണ്. ഇന്ദിര ഒരു വീട്ടമ്മയാണ്. വീട്ടിലെ വിശാലമായ തൊടിയിൽ അരയന്നങ്ങളുണ്ട്. അവ കുറുകി നടക്കുന്നതും ചിറകട്ടടിച്ച് നടക്കുന്നതും കാണാൻ നല്ല ചന്തം. വിശാലമായ പുൽത്തകിടിയിൽ ഇരകൊത്തി നടന്നു തളർന്ന് ചിറകിനുള്ളിൽ കൊക്കുരുക്കി ഉറങ്ങുന്ന കാഴ്ച കണ്ടാൽ ആർക്കും അവയോട് ഓമനത്വം തോന്നിപ്പോകും. നമുക്ക് എവിടെയോ നഷ്ടപ്പെട്ടു പോകുന്ന സ്വസ്ഥത തിരിച്ചു കിട്ടാൻ ഇത്തരം കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നത് എന്ത് ഉപകാരമാണെന്നും. എൻ്റെ പേര് ഇന്ദിര. വടകരക്കടുത്ത് ഫെബിന ഗാർഡൻസ് ആണ് വീട്. ഇത് അരയന്നം, ടർക്കി, പിന്നെ ഫ്ലൈൻ ഡക്ക്, പ്രാവുകൾ, പിന്നെ പൂച്ച, നായ, ഇതൊക്കെയാണുള്ളത്. അരയന്നം ഒരു 7 എണ്ണം ഉണ്ട്. കുറേ ഉണ്ടായിരുന്നു. അതിപ്പോൾ എന്നെ മറ്റേ വീഡിയോ ഔട്ട്ഡോർ ഷൂട്ടിങ്ങിന് അവർ വന്ന് പോസ് ചെയ്ത് നിൽക്കും. അത് പ്രധാന ഘടകമാണ്. ഭക്ഷണത്തിന് അവർ തന്നെ വന്ന് ചോദിച്ചു വാങ്ങിക്കോളും. അരയന്നങ്ങളെപ്പോലെ മറ്റു കുറേ കൂട്ടുകാരുണ്ട് ഇന്ദിരയ്ക്ക്. വീടിന്റെ മേൽക്കൂരയിലും തൊടിയിലെ വൻമരങ്ങളിലും കുറുകി ചിറകുകൾ ചിക്കി ഒതുക്കി നടക്കുന്ന വെള്ളരി പ്രാവുകളും വെളുത്ത പ്രാവുകളും. ഇവയ്ക്കൊന്നും പ്രത്യേകം ശ്രദ്ധ വേണ്ടെന്ന് ഇന്ദിര പറയുമ്പോൾ മിണ്ടാപ്രാണികൾക്ക് എവിടെയെങ്കിലും ഒരിടം മതി, സുരക്ഷിതമായി അവയ്ക്ക് പൊറുക്കാൻ എന്ന് മനസ്സിലാക്കാം. അന്നം കൊടുക്കുന്ന കൈകളെ കൊത്തുന്ന കാലമാണിത്. പക്ഷെ അന്നം കൊടുക്കുന്ന കൈകളെയും മനസ്സിനെയും ഒരുപോലെ സ്നേഹിക്കുന്ന ഇവയ്ക്ക് മനുഷ്യർക്ക് മുന്നിൽ ഒരു വലിയ സ്ഥാനമുണ്ട്. ഒരു മാതൃകയായി സ്നേഹത്തിനും നന്ദിക്കുമെല്ലാം. പ്രാവുകൾക്കിവിടെ കൂടില്ല. ഉള്ളത് അവയ്ക്ക് വിശ്രമിക്കാനും സല്ലപിക്കാനും ഇണയോട് ചേർന്നുറങ്ങാനും അന്തിയാവുമ്പോൾ കൂടണയാനും വേണ്ടി മാത്രമാണ്. ഇതൊക്കെ കാണാൻ തിരക്ക് പിടിച്ച് തലങ്ങും വിലങ്ങും ഓടുന്ന നമ്മൾക്കും തോന്നിപ്പോകും, ഹായ് എന്തു നല്ല ജീവിതം എന്ന്. തീർന്നില്ല, ഇനിയുമുണ്ട് ഇന്ദിരയ്ക്ക് ഒരുപാട് കൂട്ടുകാർ. പറക്കും താറാവും പൂച്ചയും പട്ടിയും ടർക്കിക്കോഴിയും ഇവയൊക്കെ തന്നെ അവരവരുടേതായ രീതിയിൽ സ്വസ്ഥമായി കഴിയുന്നവരാണ്. അതിനുള്ള സ്വാതന്ത്ര്യം ഈ വീട്ടമ്മ നൽകുന്നുണ്ട്. പറക്കും താറാവ് തന്റെ മീനിയഴകിനെ പറ്റി നല്ല ചിന്തയുള്ളവളാണെന്ന് തോന്നും. സ്വസ്ഥമായ ഒരിടത്തു നിന്ന് ചിറകുകൾക്കിടയിൽ കൊക്കുരുക്കി ചീകി ഒതുക്കി രസിക്കുകയാണ്. പ്രാവുകളും താറാവുകളും ഒരുമിച്ചിട്ട് കൊടുക്കുന്ന ധാന്യമണികൾ കൊത്തി തിന്നുന്നത് മറ്റൊരു കൗതുക കാഴ്ചയാണ്. അതിനിടയിൽ അടുത്തു വന്ന് പമ്മിയിരുന്ന് അവയെ ഒന്ന് വിരട്ടാൻ ശ്രമിക്കുന്ന ജൂലിപ്പൂച്ചയും. അടുത്തെത്തുന്ന പൂച്ചയ്ക്ക് പിടികൊടുക്കാതെ പ്രാവുകൾ പറന്നു പോകുമ്പോൾ അവൾ അല്പം ജാള്യതയോടെ നോക്കും, പിന്നെ ഓടിപ്പോകും. പട്ടിക്കും പൂച്ചയ്ക്കും വീട്ടിൽ എവിടെ വേണമെങ്കിലും കയറിയിറങ്ങാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് കണ്ടാൽ തോന്നും. ഇന്ദിരയ്ക്ക് പ്രിയപ്പെട്ടവരിൽ പ്രിയർ ഇവർ തന്നെ. കൂടാതെ അകത്തെ ചുമരിൽ ചലിക്കുന്ന ചിത്രം പോലെ വർണ്ണ വൈചിത്ര്യമുള്ള ചെറു മത്സ്യക്കൂടാരവും. കൂടില്ലാത്ത കൂട്, അതാണ് ഇന്ദിരയുടെ വീട്. സ്നേഹവും പരിചരണവും കൊണ്ട് മാത്രം ഒരു കൂടുണ്ടാക്കി അതിനുള്ളിൽ അരയന്നങ്ങളും താറാവും പ്രാവുകളും പൂച്ചയും പട്ടിയും ടർക്കിയും ഒന്നിച്ചിടപഴകി രാപ്പാർക്കുന്ന കൂട്. വിശാലമായ തൊടിയിൽ നിന്ന് ആരും പുറത്തു പോകില്ല, ദൂരങ്ങളിലേക്ക് പറക്കില്ല. നേരമാകുമ്പോൾ അവനവന്റെ ഇടങ്ങളിലേക്ക് ചേക്കേറും. ഈ അരയന്നങ്ങളുടെ വീട്ടിൽ സ്നേഹത്തിന് 1000 മാറ്റാണ്. വീട്ടുജോലി കഴിഞ്ഞ് ഇതിനെ കൂടെ കളിക്കുന്നത്, ഇതിനെ വളർത്തുന്നൊരു സന്തോഷമാണ്. അത് ഒരു ജോലിയായിട്ടല്ല എടുക്കുന്നത്.